ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്പൈസസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആകെ ടർമറിക്കും ചില്ലി പൗഡറും സാദാ ഗരം മസാലയും ഇച്ചിരി പെപ്പറും. ഓക്കെ, ഇതിൻ്റെ അകത്ത് വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കൊറിയാണ്ടർ പൗഡർ. അത് നമ്മളിതിൽ ഇപ്രാവശ്യം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഈ സൈഡിൽ എഴുതിയേക്കുന്ന ഓണിയൻ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക് ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി കട്ടിംഗ് ബോർഡൊക്കെ എടുത്തായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് അങ്ങനെ കട്ട് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും കയ്യിൽ പിടിച്ച് തന്നെയാണ് കട്ട് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് അറിയാൻ പറ്റും, എന്നെക്കൊണ്ട് അത് പരിപാടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ ജിഞ്ചറും ഗാർലിക്കും നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ ഞാൻ പറയില്ല, എനിക്കത് കഴിക്കുമ്പോൾ കടിക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ചെറുതായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ചതയ്ക്കണം, അതായത് മിക്സിയിലിട്ട് തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ചതച്ചായാലും എടുക്കാം, എളുപ്പം പോലെ, നിങ്ങളുടെ എളുപ്പം പോലെ. ഈ ചതച്ചിട്ട് ഇനി നമ്മളൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ഈ ചതച്ച സാധനം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ ഇച്ചിരി വെള്ളം, അത് കഴുകി, അതായത് കഴുകി കളയണ്ട, പകരം കഴുകി ആ വെള്ളം അവിടെ എടുത്ത് വയ്ക്കുക, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് നല്ലോണം ഒരിക്കുക. നിങ്ങൾ നോക്കിയാൽ അറിയും, ചെറുതായിട്ടൊന്ന് കരിഞ്ഞാലും ഞാൻ അതിൻ്റെ ഇടയിൽ വേറൊരു പരിപാടിക്ക് പോയതുകൊണ്ടാണ്. അപ്പം ഇതെല്ലാം നല്ലോണം ഒരിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് ഇടുക. ഞാനൊരു തണ്ട് വേപ്പില ഇടുന്നുണ്ട്, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മുടെ സവാള. ഇനി ഇതെല്ലാം നല്ലോണം മൊരിയിച്ചെടുക്കണം. ഓക്കെ, നല്ലോണം മുരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി എണ്ണയും, പിന്നെ നമ്മളുടെ സ്ഥിരം പരിപാടി നല്ലോണം പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലോണം മുരിഞ്ഞതിന് ശേഷം നമ്മളുടെ തക്കാളിയും കൂടി ഇട്ട് കുറച്ച് നേരം അടച്ച് വെച്ച്, ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കഴിയുമ്പോൾ തക്കാളിയും ഉടഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്നായി കിട്ടും. സാധാരണ എല്ലാവരും തുറന്ന് വെച്ച് വഴറ്റിക്കൊണ്ടിരിക്കും, അതിൽ എളുപ്പത്തിലാവും കേട്ടോ ലിഡ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കുകയാണെങ്കിൽ. സാധാരണ എല്ലാവരും ചിക്കൻ കറി വയ്ക്കുമ്പോൾ ചിക്കൻ കറി കറുത്തിരിക്കാൻ വേണ്ടി, അതായത് ഇച്ചിരി ഡാർക്ക് ഇതിലിരിക്കാൻ വേണ്ടി നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിപ്പൊടി അല്ലെങ്കിൽ കൊറിയാണ്ടർ പൗഡർ. പക്ഷേ ആ കൊറിയാണ്ടർ പൗഡർ ഇടാണ്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് താഴെ പറഞ്ഞിരിക്കുന്ന പൊടികളെല്ലാം ഇടാം. സാധാരണ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കശ്മീരി പൗഡർ, ഗരം മസാല, ഇച്ചിരി പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഓൾറെഡി ഇടയ്ക്കിടയ്ക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലോണം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പം ഇനി ചിക്കൻ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് നല്ലോണം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്, ഇപ്പം വെള്ളം ഒഴിക്കണ്ട, എല്ലാം കൂടി മിക്സ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ചിക്കനിൽ നിന്ന് തന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ആ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ഒരുപാട് ഗ്രേവി വേണം എന്നുള്ളവരുണ്ട്. അപ്പം അത് നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് നല്ലോണം ചിക്കൻ വേകുന്നത് വരെ തിളപ്പിച്ച് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷം മുകളിൽ എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം മുകളിൽ ഇച്ചിരി വേപ്പിലയും ഇച്ചിരി കുരുമുളക് പൊടിയും വെച്ചിട്ട് മൂടി വയ്ക്കുക. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്തിടുക. മാക്സിമം ഒരു 15 to 20 മിനിറ്റ്സ് അതിനുള്ളിൽ നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കറി റെഡിയാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.